കരഞ്ഞ് പണ്ടാറ മുടങ്ങാൻ പറ്റിയ സിനിമകളുണ്ടോ? ഒരു സ്ട്രിക്റ്റ് വാർണിംഗ് ഞാൻ ആദ്യം തരാം. ഡിപ്രഷൻ നിൽക്കുന്ന ആരെങ്കിലും ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ 3 സിനിമകളും നിങ്ങൾ യാതൊരു കാരണവശാലും കാണരുത്. കാരണം അത് നിങ്ങളെ തീരുമാനമാക്കും. 3-ാം സ്ഥാനത്ത് റെക്യൂം ഫോർ എ ഡ്രീം. ഞാൻ 100% പറയുന്നു, ഈ സിനിമയുടെ ക്ലൈമാക്സ് നിങ്ങൾ യാതൊരു കാരണവശാലും മറക്കാൻ പോകുന്നില്ല. നിങ്ങളെ മറക്കാൻ അനുവദിക്കില്ല. എന്നും നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കുത്തിക്കീറി ഈ സാധനം അവിടെ കിടക്കും. ഈ സിനിമ കണ്ടുപോയല്ലോ എന്നുള്ളൊരു വികാരം നിങ്ങളെ വേട്ടയാടും. ഈ സിനിമ നിന്നെ തകർത്തെറിയും. പക്ഷേ അടുത്ത സിനിമ ഉണ്ടല്ലോ, അത് നിന്നെ കരഞ്ഞു ഊപ്പാടെളുക്കും. അയല ദ ഡോക്ടർ ഓഫ് ദ വാർ. കൊറിയൻ യുദ്ധം നടക്കുന്ന സമയത്ത് തുർക്കിഷ് പട്ടാളക്കാരന് ഒരു കൊറിയൻ ചെറിയ കുട്ടിയെ കിട്ടുന്നു. കുട്ടിയുടെ പ്രായം 5 വയസ്സ്. ആ കുട്ടിയെ ദത്തെടുക്കുന്നു. ഫാദർ ഡോട്ടർ റിലേഷൻഷിപ്പാണ്. ഇതൊരിക്കലും ഒരു ഫീൽ ഗുഡ് പടമല്ല. കരഞ്ഞ് ഹൃദയം പൊട്ടിപ്പോവും. അങ്ങനെയുള്ള ഒരു സിനിമയാണ് ഇത്. 1-ാമത്തെ സിനിമ ഞാൻ ഒരു വട്ടം കണ്ടു, കരഞ്ഞു വണ്ടാറ് തുടങ്ങി. 2-ാമത്തെ വട്ടം കരയൂല. ഞാൻ ഓൾറെഡി എനിക്ക് സ്റ്റോറി അറിയാലോ, കരയൂല എന്നൊക്കെ വിചാരിച്ചിട്ട് കണ്ട ഒരു സിനിമയാണ്. അത് പറയുന്നതിനേക്കാൾ മുമ്പ് ഞാൻ കരയുന്ന ഒരു 5 സിനിമകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മസ്റ്റ് വാച്ച് സിനിമകളാണ്. അപ്പോൾ ലിങ്ക് എൻ്റെ ബയോയിലുണ്ട്, അല്ലെങ്കിൽ കമൻസ് ചെക്ക് ചെയ്യാം. 1-ാം സ്ഥാനത്ത് ദ ഗ്രേവ് ഓഫ് ഫയർഫ്ലൈസ്. ഈ സിനിമയെ കുറിച്ചിട്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. കരഞ്ഞ് സൈഡാവും എന്ന് പറയുന്നതിൽ ഒരു സംശയമില്ല. ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾ കരഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് ഡോക്ടറെ പോയി കാണിക്കുക. കാരണം നിങ്ങൾക്ക് എന്തോ കാര്യമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ കരയുന്ന സിനിമകൾ പങ്കുവയ്ക്കാൻ ദൈവം നമുക്ക് എല്ലാവർക്കും എൻ്റെ കമൻറ്റ് ബോക്സ് തന്നിട്ടുണ്ട്. കമൻറ്റ് ചെയ്യുക, എല്ലാവർക്കും കൂട്ടത്തോടെ കരയാം. അപ്പോൾ ഫോളോ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.